കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസെപ് പദ്ധതിയുടെ പ്രീമിയം തുക 500-ൽ നിന്ന് 810 രൂപയായി ഉയർത്തിയിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ പഞ്ചാബിലെ ഭഗവന്ത് മാൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ജനക്ഷേമ പദ്ധതിയും ജനങ്ങൾ അറിയണം. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുകയാണ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ. മുഖ്യമന്ത്രി സേഹത് യോജന പദ്ധതി പ്രകാരം സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഒരു ഇൻഷുറൻസ് കമ്പനികളുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ എല്ലാവർക്കും ഈ സൗജന്യ ചികിത്സ ഇനി മുതൽ ലഭ്യമാകും. വരുമാന പരിധിയോ മറ്റ് യാതൊരുവിധ വേർതിരിവുകളുമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പും അതിനുശേഷവും വരുന്ന ചിലവുകൾ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പൈസ ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തതിന്റെ പേരിലോ ആർക്കും പഞ്ചാബിലിനി ചികിത്സ നിഷേധിക്കപ്പെടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നിലവിലെ കേരള സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയുടെയും കേന്ദ്ര സർക്കാരിന്റെ പഴയ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെയും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് പറയപ്പെടുന്ന ആയുഷ്മാൻ ഭാരതിന്റെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. പഴയ കാരുണ്യ പദ്ധതിയുടെ കേന്ദ്ര സർക്കാർ പതിപ്പാണല്ലോ ഈ PMJAY എന്ന പദ്ധതി. അതനുസരിച്ച് റോസ് മഞ്ഞ നിറത്തിൽ റേഷൻ കാർഡുള്ള കുറച്ചു പേർക്ക് ചെറിയ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്നല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവനും ആരോഗ്യത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പറമ്പിലെ പുല്ലിന്റെ വില പോലും കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. പിന്നെ ആകെയുള്ള ഏക ആശ്രയം എന്ന് പറയാവുന്നത് കയ്യിൽ നിന്ന് കാശ് മുടക്കി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നത് മാത്രമാണ്. ഭീമമായ തുകകൾ പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ നട്ടം തിരിയുന്ന സാധാരണക്കാരാണ് നമുക്കിടയിലുള്ളത്. ഇനി ഈ പോളിസികൾ ഉള്ളവർക്കാണെങ്കിലോ ചികിത്സയ്ക്ക് ചിലവായ തുക ചോദിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസുകൾ മുതൽ ഉപഭോക്തൃ കോടതികൾ വരെ കയറിനിറങ്ങേണ്ട ഗതികേടിലുമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രയോ പാവപ്പെട്ട മനുഷ്യരാണ് മികച്ച ചികിത്സ ലഭിക്കുന്നതിന് ആവശ്യമായ പണമില്ലാതെ പോയി എന്നതിന്റെ പേരിൽ മാത്രം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇതൊന്നും കാണാനോ കേൾക്കാനോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് പോലും കണ്ണുമില്ല, ചെവിയുമില്ല. പിന്നെ വർഗീയതയുടെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്ന ഏക ലക്ഷ്യവുമായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എങ്കിലും അറിയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് സർ ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാർ പോലും ഒരിക്കലെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്? കേരളത്തിലെ പാവപ്പെട്ടവന്റെ ജീവന് യാതൊരു വിലയുമില്ലെന്നാണോ ഏമാന്മാരെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? അതോ ഇത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയാൽ നിങ്ങളുടെ ഒക്കെ ചങ്ങായിമാരായ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടുന്ന ലോബികളുടെ പണം പാർട്ടി ഫണ്ടിലേക്ക് എത്താതെ പോകുമെന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഉറക്കം നടിക്കുന്നത്? ഇനി ഒരു കാര്യം പറയാം, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല കേട്ടോ. ഞാൻ ഉൾപ്പെടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ പൊതുജനം വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണമാണ് സാർ കേരള സർക്കാരിന്റെ ഖജനാവിലുള്ളത്. അതുപോലെ തന്നെയാണ് നാളെ മുതൽ 10 ലക്ഷം രൂപ വരെ ചികിത്സാനുകൂല്യം ലഭിക്കാൻ പോകുന്ന പഞ്ചാബിലെ ജനങ്ങളും നികുതി പണം നൽകുന്നതും. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്, പഞ്ചാബും ഡൽഹിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയല്ലേ നമ്മുടെ കൊച്ചു കേരളവും ഉള്ളത്? പഞ്ചാബിലെ ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ലേ ഇവിടുത്തെ ജനങ്ങളും നിങ്ങളെയൊക്കെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് കേരള നിയമസഭയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്? സർക്കാർ ഖജനാവിലെ പണം കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർ ഇങ്ങനെയൊരു സർക്കാർ?